നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എപ്പോൾ സംസാരിക്കുമ്പോഴും കുറച്ച് നിരാശ കലർന്ന രീതിയിൽ വർത്തമാനം പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കൂടെയുള്ള ആൾക്കാർ എൻ്റെ അത്രയും കഴിവ് പോലും ഇല്ലായിരുന്നിട്ടും വലിയ പൊസിഷനിലിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, അവർക്ക് സക്സസ് ഉണ്ട്, എനിക്ക് മാത്രം എന്താണെന്ന് കമ്പയർ ചെയ്ത് ആലോചിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ബാക്കിയുള്ള ആളുകളെ നോക്കുമ്പോൾ ഒരു ഐസ്ബർഗിൻ്റെ മുകൾ ഭാഗം മാത്രം കാണുന്ന പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അവരുടെ സക്സസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ നിറയെ കാശുണ്ടാക്കി അവർ നന്നായിട്ടിരിക്കുന്നു എന്നത് കാണും. അതിന് അടിയിൽ, ഐസ്ബർഗിൻ്റെ അടിയിൽ ഒരു വലിയ ഭാഗം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് അവരുടെ കഠിനാധ്വാനം, അവരുടെ ഉറക്കം ഒഴിഞ്ഞ ഒരുപാട് രാത്രികളുണ്ടാവും, അവർക്ക് നിരാശയുണ്ടാവും, പല സ്ഥലത്തുനിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ മുകളിലാണ് അവരിപ്പോൾ പടുത്തുയർത്തിയേക്കുന്ന ആ സക്സസ് എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന ആ ഭാഗം ഉള്ളതെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടായി കണ്ടിട്ട് അവരിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്നു, എനിക്കത് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളും ഇതൊക്കെ എടുക്കാനായി ഈ ഒരു കഠിനാധ്വാനത്തിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ ഇത്രയും അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്, ഒരുപാട് പെയിൻ ഇതിൻ്റെ പിന്നിലുണ്ട്, കുറേ ത്യാഗങ്ങളുണ്ട്. അതും സഹിക്കാൻ നമ്മളും പ്രാപ്തരായി കഴിഞ്ഞാൽ ഈ സക്സസ് നമുക്കും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ കംഫർട്ട് സോണിൽ ഞാൻ അനങ്ങാതിരുന്നിട്ട് സക്സസ് വേണം എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള നിരാശകളും സങ്കടങ്ങളും പരാതികളും ഒക്കെ നമുക്ക് തന്നെ തോന്നുന്നത്.